ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം പള്ളിമുക്കിലാണ്. ഇപ്പോൾ സമയം ഒരു 9:30 ഒരു ടൈം ആവും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഫർസി ലബാനിലോട്ടാണ്. ഫർസി ലബൻ അതായത് ഡെസേർട്ട് ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ വന്നിട്ടുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഫർസി ലബൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസേർട്ടാണ് ഫുള്ള്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണാം. എത്രയൊക്കെ എന്തൊക്കെ ആയാലും മധുരം ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, അതുപോലെ ഡയറ്റ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മധുരം ഇഷ്ടപ്പെടുന്നവരാണുള്ളത്. അതുപോലെ ഞാൻ സൗദിയിൽ നിന്ന സമയത്ത് അവിടെയും ഒരു ബി ലെബൻ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ടായിരുന്നു. B11 എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു വേർഷനായിട്ട് വരും. സെയിം അവരുടെ ആ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ പെയിൻറ്റ് കളർ കോമ്പിനേഷനൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം പള്ളിമുക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഫുഡ് ലൈഫാണെന്ന് തോന്നുന്നത്. നൈറ്റ് ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളും. ഈ കാണുന്നതാണ് ഫർസി ലബൻ. അതുപോലെ സെയിം പാറ്റേണാണ് അവരുടെയും കളർ കോഡ് വരുന്നത്, വൈറ്റും ബ്ലൂവും. ഇതേപോലെ സെയിം ഒരു സംഭവമാണ് ഫർസി ലബനും. അതുപോലെ B11 സൗദി അറേബ്യയിലെ B11 ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ ഇവിടെ കൊടുത്തേക്കാം. B11 അവരുടെ ആ കോമ്പിനേഷൻ കളർ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ സൈൻ ലെബനിൽ എത്തിയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഇതാണ് സൈൻ ലെബൻ. മുകളിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുപോയി നല്ല സമാധാനത്തിൽ, സ്വീറ്റ് ആകുമ്പോൾ വളരെ സമാധാനത്തിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങിയത് 350 ന്യൂട്ടെല്ല പിസ്താഷ്യോ എന്ന് പറയുന്ന ആ ഒരു ഇതാണ് നമ്മൾ മേടിച്ചതിൻ്റെ ബില്ല്. കൊള്ളാം, ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു സാധനം ഞാൻ വീണ്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്രാവശ്യം ഞാനിത് കഴിക്കുന്നില്ല. കാര്യം ഞാൻ മധുരപ്രേമിയല്ല, പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴേ കഴിക്കത്തുള്ളൂ. ഇന്ന് കഴിക്കാനൊരു മൂഡില്ല. ഏതൊരു കാര്യമായാലും അങ്ങനെയല്ലേ, നമുക്കതിനോടൊരു താല്പര്യം ഉണ്ടായാലേ നമുക്കത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൂടെ വന്നവരെന്ത് ചെയ്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് ഇത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്, ഞാനത് കാണുന്നുമുണ്ട്. വളരെ നല്ല ചോക്ലേറ്റി ആയിരുന്നു. അത് തന്നെ പിസ്തയുടെയും പിന്നെ എത്രയോ ലെയർ. ഇത് ഞാൻ പിന്നെ അടുത്ത ഷോട്ടിൽ ഞാനത് കാണിച്ചു തരാം. ഇവർ കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ആ ഒരു അവസ്ഥ, ഈ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ ഇതിനെ കാണപ്പെട്ടത്. ഇതിലും പരിതാപകരമായിരുന്നു ഇതിൻ്റെ അവസാനം. എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. മധുരം പ്രേമികളും മധുരം ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായിട്ടും വന്ന് മസ്റ്റ് ട്രൈ ആണ്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് എന്ത് ചെയ്യണം, ഇതൊന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഓക്കെ, അടുത്തടുത്ത് നല്ല നല്ല വീഡിയോസുമായി കാണുന്നതുവരേക്കും അസ്സലാം.